കേരളത്തിൽ യു.ഡി.എഫിന് വിജയം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ യു.ഡി.എഫ് അധികാരത്തിലേക്ക്. 140 നിയമസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് 102 സീറ്റും എൽ.ഡി.എഫ് 35 സീറ്റുകളും എൻ.ഡി.എ 3 സീറ്റുകളും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും, റവന്യൂ മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ നിന്നും, ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്നും, കൃഷിമന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ നിന്നും, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നും വിജയിച്ചു. കന്നിപ്പോരാട്ടത്തിൽ വിജയക്കൊടി പാറിച്ച് വിജയുടെ ടി.വി.കെ. ഡി.എം.കെ നേതാവും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ പരാജയപ്പെട്ടു. വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ ലീഡ് ചെയ്ത ടി.വി.കെ 100 കടന്ന് മുന്നേറുകയാണ്. ഭരണകക്ഷിയായ ഡി.എം.കെയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയായിരുന്നു ടി.വി.കെ മുന്നേറിയത്. നിലവിൽ ഡി.എം.കെ 61 സീറ്റുകളിലും എ.ഐ.ഡി.എം.കെ 45 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എൻ.ഡി.എക്ക് വിജയം. 200-ലേറെ സീറ്റുകളുടെ ലീഡിലാണ് ബി.ജെ.പി. അസമിലും പുതുച്ചേരിയിലും എൻ.ഡി.എയാണ് മുന്നിൽ. പുതുച്ചേരിയിൽ നിലവിലെ മുഖ്യമന്ത്രി എൻ. രംഗസ്വാമി വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായതെന്നും ഇതിന്റെ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടായ സാഹചര്യത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷം തിരുത്തൽ നടപടികൾ കാര്യക്ഷമമായില്ലെന്ന വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തവണത്തെ ഫലം വിശദമായ വിശകലനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. IPL-ൽ പഞ്ചാബ് കിങ്സിന് തുടർച്ചയായ 2ാം തോൽവി. അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബിനെ 4 വിക്കറ്റിന് വീഴ്ത്തി. പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് എന്ന വിജയലക്ഷ്യം 19.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ലക്ഷ്യം കണ്ടത്. സായ് സുദർശന്റെ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ഗുജറാത്ത് മധ്യനിര പതറിയപ്പോൾ 23 പന്തിൽ 40 റൺസുമായി പുറത്താകാതെ നിന്ന വാഷിംഗ്ടൺ സുന്ദറിന്റെ പോരാട്ടമാണ് ഗുജറാത്തിനെ വിജയവര കടത്തിയത്. 5 പന്തിൽ 8 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന അർഷാദ് ഖാനും ഗുജറാത്ത് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഉത്തരാഖണ്ഡിൽ ശക്തമായ കൊടുങ്കാറ്റിൽ ഫ്ലോട്ടിംഗ് ഹട്ടുകൾ മറിഞ്ഞ് അപകടം. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം സംഭവിച്ചത്. ദോബ്ര ചാന്ദി തടാക പ്രദേശത്ത് ഒഴുകി നടക്കുന്ന കുടിലുകളുടെ ആക്സിൽ ജോയിന്റുകൾ തകർന്നതാണ് കെട്ടിടങ്ങൾ വെള്ളത്തിലേക്ക് ചരിയാൻ കാരണമായത്. ഉടൻ തന്നെ SCRF സംഘം സ്ഥലത്തെത്തുകയും 30ഓളം വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സ്വർണവില കുത്തനെ ഇടിഞ്ഞു. രാവിലെ വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഗ്രാമിന് 120 രൂപ കുറഞ്ഞ് വില 13,715 രൂപയായി. 960 രൂപ താഴ്ന്ന 1,09,720 രൂപയിലെത്തി. ഹോർമുസിൽ സാഹസത്തിന് മുതിർന്നാൽ US-ന്റെ സൈന്യത്തെ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ക്രൂഡ് ഓയിൽ കുതിപ്പാരംഭിച്ചിട്ടുണ്ട്. ഇതാണ് സ്വർണവിലയുടെ ഇടിവിന് വഴിവെച്ചത്. അപൂർവമായ ഹാൻഡ വൈറസ് ബാധിച്ച് 3 പേർ മരിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ക്രൂസ് കപ്പലിലാണ് രോഗബാധ കണ്ടെത്തിയത്. മരിച്ചവരിൽ വയോധിക ദമ്പതികളും ഉൾപ്പെടുന്നു. കൂടാതെ 3 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടനയും ദക്ഷിണാഫ്രിക്കയുടെ ആരോഗ്യവകുപ്പും അറിയിച്ചു. ജയപരാജയങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സംസ്ഥാനത്തുടനീളം UDF ട്രെൻഡാണ് ഉണ്ടായതെന്നും ജനവിധി മാനിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഉണ്ടായത്. പാർട്ടി മത്സരിച്ച 12 സീറ്റിലും പരാജയപ്പെട്ടു. ഇതിന്റെ കാരണങ്ങൾ പാർട്ടിക്ക് അകത്ത് ഗൗരവമായി ചർച്ച ചെയ്യും. LDF-ലും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിലും ജയത്തിലേക്ക് എത്തിക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ഡൽഹിയിൽ പ്രമുഖ IAS അക്കാദമി ഡയറക്ടറെ തട്ടിക്കൊണ്ടുപോയി 1.89 കോടി കവർന്നു. ഡൽഹിയിലെ IAS കോച്ചിംഗ് അക്കാദമിയായ സുബ്രരഞ്ജൻ അക്കാദമി ഡയറക്ടറെയാണ് തോക്കിൻമുലയിൽ തട്ടിക്കൊണ്ടുപോയത്. 4 മണിക്കൂറോളം തടങ്കലിൽ വെച്ചാണ് പണം തട്ടിയെടുത്തത്. ഭോപ്പാലിൽ അതേ അക്കാദമിയുടെ ഫ്രാഞ്ചൈസി നടത്തിയിരുന്ന പ്രിയങ്ക് ശർമ്മയാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.